ഒരു കഥ പറയാം ഈ വിദ്യാലയത്തിൻ കഥ പറയാം ഉണ്ണികളെ ഒരു കഥ പറയാം ഈ വിദ്യാലയത്തിൻ കഥ പറയാം വാൾഡോർഫിലെ കുരുന്നുകൾക്കായി വിജ്ഞാനത്തിൻ കഥ പറയാം വാൾഡോർഫിലെ കുരുന്നുകൾക്കായി വിജ്ഞാനത്തിൻ കഥ പറയാം ഉണ്ണികളെ ഒരു കഥ പറയാം ഈ വിദ്യാലയത്തിൻ കഥ പറയാം വിദ്യയുടെ കഥ പറയാം നവപാഠ്യ രീതിയുടെ കഥ പറയാം കലയാണ് വിദ്യ വരദാനം വിദ്യ കലയാണ് വിദ്യ വരദാനം വിദ്യ വാൾഡോർഫിൻ വിദ്യയുടെ കഥ പറയാം ഉണ്ണികളെ ഒരു കഥ പറയാം ഈ വിദ്യാലയത്തിൽ കഥ പറയാം. അതെ അതെ, നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന 9 തരം ബുദ്ധിയുടെ വികാസത്തിന്റെ കഥ കേൾക്കാനാണ് കണ്ണും കാതും കൂർപ്പിച്ച് ഉണ്ണികളായ നിങ്ങൾ വാൾഡോർഫിലേക്ക് പിച്ചവെക്കേണ്ടത്. താങ്ക് യു. പ്രിയപ്പെട്ട കുട്ടികളെ, പുതിയ ഒരു അക്കാഡമിക് ഇയർ കൂടി ആരംഭിക്കുകയായി. ഈ അക്കാഡമിക് ഇയറിലേക്ക് വളരെ സന്തോഷപൂർവ്വം പറയട്ടെ, 300ഓളം കുട്ടികളാണ് പുതുതായി അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. ആ കുഞ്ഞുങ്ങളെ വരവേൽക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിന് 100% വിജയം തേടിത്തന്ന ഇപ്പോഴത്തെ SSLC ബാച്ചിലെ കുട്ടികളെ അനുമോദിക്കുകയും ചെയ്യാനാണ് ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമുക്കറിയാം, 3-4 വയസ്സുള്ള കുഞ്ഞുങ്ങളെ അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നാണ് ഇവിടെ സ്കൂളിലേക്ക് നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരിക്കും ഓരോ പാരൻസിൻ്റെയും മനസ്സിൽ. എന്നാൽ ഒരു തരത്തിലുള്ള ആശങ്കയും നിങ്ങളുടെ മനസ്സിൽ വേണ്ട. ഇവിടെ ടീച്ചറായല്ല, മറ്റൊരു മദറായി തന്നെയാണ് ഇവിടെ ഓരോ ടീച്ചേഴ്സും നിങ്ങളുടെ കുട്ടികളെ വരവേൽക്കാൻ നിൽക്കുന്നത്. Personalities on the stage and in audience and dear friends and dear students, ദൈവത്തിൻ്റെ രക്ഷ നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രക്ഷിതാക്കളൊക്കെ കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചേർത്തിട്ടുള്ളത് എന്ന് ഞങ്ങൾക്കറിയാം. ക്യാഷ് മുടക്കി നിങ്ങൾ മക്കളെ പഠിപ്പിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടണം. അപ്പം വിദ്യാഭ്യാസം എന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ എഴുത്തും വായനയും മാത്രമല്ല. ഞങ്ങൾ അവിടെ ഒരു ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്, വാഹനങ്ങൾക്ക് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്നൊരു രീതി. 9 തരം ബുദ്ധിയാണ് മനുഷ്യന്മാർക്കുള്ളത്. 9 തരം ബുദ്ധി: പഠിക്കാനുള്ള ബുദ്ധി, ശാസ്ത്രജ്ഞനാവാനുള്ള ബുദ്ധി, നല്ല പ്ലെയർ ആവാനുള്ള ബുദ്ധി, അത്ലറ്റ് ആവാനുള്ള ബുദ്ധി, ചിന്തിക്കാനുള്ള ബുദ്ധി, പ്രഭാഷണം നടത്താനുള്ള ബുദ്ധി, പാട്ട് പാടാനുള്ള ബുദ്ധി. ഇതൊക്കെ വേറെ വേറെ ബുദ്ധികളാണ്. ചില ആളുകൾക്ക് വേറെ ഓരോന്നിലായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം നമ്മുടെ കുട്ടിക്ക് എന്ത് തരം ബുദ്ധിയാണ് എന്നുള്ളത് ടീച്ചർമാരും പാരൻസും കൂടി കണ്ടെത്തണം. എന്നിട്ട് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. ഒരു ഇന്ന ബുദ്ധിയാണ് എന്ന് കണ്ടെത്തിയാൽ തന്നെ ആ കുട്ടീൻ്റെ ഉള്ളിൽ ഒരു പാഷൻ ഉണ്ടാവണം. അതാണ് നമ്മളെ മിടുക്ക്. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. പിന്നെ കുട്ടി സ്വന്തം പഠിച്ചോളും. ഒരു തീവ്രമായ വികാര വായ്പ ആ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാവണം. ഞാൻ നമ്മുടെ കുട്ടികൾക്ക് ഇനി പഴയ കാലം പോലെയല്ല. ഇവിടുത്തെ രക്ഷിതാക്കളൊക്കെ പലരുമുണ്ട്. ചെറുപ്പക്കാരായ രക്ഷിതാക്കൾ പ്രായമുള്ളവരാണ്. പക്ഷെ നമ്മളൊന്നും പഠിച്ച കാലഘട്ടത്തിലെ വിദ്യാഭ്യാസമോ രീതിയോ ഒന്നുമല്ല പുതിയ കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും പുതിയ കാലത്ത് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികളൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ബുദ്ധിക്കപ്പുറത്ത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കൃത്രിമമായിട്ടുള്ള ബുദ്ധി, നിർമ്മിതമായ ബുദ്ധി കാര്യങ്ങൾ നോക്കി കണ്ടുകൊണ്ടിരിക്കും.
പുതിയ സംവിധാനങ്ങൾ വരാൻ. ഇപ്പൊ നമ്മളൊക്കെ പ്രദേശത്തേക്ക് കാർ ഓടിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കും. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന കാറും ബസ്സും ഒക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പുതിയ കാലം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറുകൾക്കപ്പുറത്തേക്ക് പുതിയ കൃത്രിമമായ തലച്ചോറുകൾ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് യന്ത്രവൽകൃതമായ സമീപനത്തിലൂടെ പുതിയ ലോകം സൃഷ്ടിച്ചെടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അവിടെ നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് അവർക്ക് വേണ്ടി കൊടുക്കാൻ കഴിയാവുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വളരെ കമ്മിറ്റഡ് ആയിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കും, മികച്ച ട്രെയിനിങ് ലഭിക്കും. സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്ന ശിക്ഷണത്തിനപ്പുറത്തേക്ക് രക്ഷിതാക്കൾ പരമാവധി അവർക്ക് കരിക്കുലത്തിനപ്പുറത്തേക്കുള്ള അറിവുകൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ കൂടി ഉണ്ടാക്കും. ഇത് നമുക്ക് ധാരാളം സംവിധാനങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ മറ്റ് നിരവധി ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട നിരവധി ഡിവൈസുകൾ നമ്മുടെ കയ്യിൽ നിന്ന് ലഭിക്കാറുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദുരുപയോഗം ചെയ്യാത്ത വിധത്തിൽ കുട്ടികൾക്ക് നന്മ പകർന്നു കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ രക്ഷിതാക്കൾ കൂടി ശ്രദ്ധിച്ച് നടപ്പിലാക്കണമെന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാനുണ്ടാകും. ഏതായിരുന്നാലും ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിന്റെ ബന്ധപ്പെട്ട മാനേജ്മെന്റിനോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വളരെ നല്ല മനോഹരമായ ഈ ഓപ്പണിംഗ് സെറമണി ഔപചാരികമായി നിങ്ങൾക്കൊക്കെ വേണ്ടി ഉദ്ഘാടനം ചെയ്യാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു സർ.